ഇന്നൊരു ഉപ്മാവ് ഉണ്ടാക്കാം. അതിനു വേണ്ടി ഒരു കപ്പ് റവ എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ അണ്ടിപ്പരിപ്പ്, പച്ചമുളക്, ഉഴുന്ന്, ഇഞ്ചി നുറുക്കിയത്, വറ്റൽമുളക്. ഇത് തേങ്ങാപ്പാലാണ്. ഞാൻ തേങ്ങാപ്പാലിലാണ് ഈ ഒരു ഉപ്മാവ് തയ്യാറാക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് റവ ഒന്ന് വറുത്തെടുക്കണം. റോസ്റ്റഡ് റവ ആണെങ്കിൽ കൂടി നമുക്ക് ഒന്ന് ചൂടാക്കിയെടുക്കണം. ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം അതിന് പിന്നാലെ തന്നെ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് റോസ്റ്റ് ആയി വരട്ടെ. നന്നായി അതൊന്ന് മൂത്ത് വരുമ്പോഴാണ് ബാക്കി അരിഞ്ഞ് വെച്ച സവാളയും പച്ചമുളകും ഇഞ്ചിയും വറ്റൽമുളകൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതൊന്ന് അണ്ടിപ്പരിപ്പിൻ്റെയൊക്കെ കളറ് മാറി വരട്ടെ. ഞാൻ ഈ ഒരു ഉപ്മാവ് ഉണ്ടാക്കുമ്പോൾ ക്യാരറ്റൊന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റും ചേർക്കാം. ഈ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വരട്ടെ. അതുവരെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്രയാണോ റവ എടുത്ത് ആ ഒരു കപ്പിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം നന്നായി ഇനി വെട്ടി തിളക്കണം. ഇപ്പം ഞാനൊരു ഇത്തിരി ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു. ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ചേർത്താലും മതി. പിന്നെ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടിയും, ആ ഒരു ഉപ്മാവിൻ്റെ കളറൊന്ന് മാറാൻ വേണ്ടി മാത്രമാണ് ഇത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. അത് കഴിഞ്ഞിട്ട് വറുത്ത് വെച്ച റവ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നാലെ തന്നെ കട്ടി തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയം ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ച് കൊടുത്തോളൂ. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. വെള്ളം കൂടിപ്പോയി എന്നൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കണ്ടില്ലേ, ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് മൂടിയൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ഈ ഒരു ഉപ്മാവ് എല്ലാവർക്കും ഇഷ്ടമാവും, തീർച്ചയായും ഇഷ്ടമാവും. ഇതിന് പഞ്ചസാരയോ പഴമോ ഒന്നും ആവശ്യമില്ല. വെറുതെ തന്നെ നമുക്ക് കഴിക്കാം. നല്ല നനവുള്ള ഉപ്മാവാണ്. എനിക്ക് ഉപ്മാവ് കഴിക്കുമ്പോൾ ഇങ്ങനെയാണ് ഇഷ്ടം. ഡ്രൈ ആയിട്ടുള്ള ഉപ്മാവ് കഴിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. നിങ്ങളെല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് തീർച്ചയായും ട്രൈ ചെയ്യണേ. താങ്ക് യു.